എനിക്കിനി ആരും ഒന്നും ഒരു പ്രശ്നമല്ല. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടണം. അർച്ചന, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അർച്ചനയുടെ കുഞ്ഞിനെ കാണാതായിട്ട് 10 വർഷം കഴിഞ്ഞു. ആ കുഞ്ഞിപ്പോ എവിടെയാണെന്നോ എന്താണെന്നോ കണ്ടുപിടിക്കാൻ എനിക്കൊരൽപ്പം സാവകാശം വേണം. കേരള പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. സച്ചേട്ടൻ എന്നെ മോളെ വിട്ടുകിട്ടാൻ വേണ്ടി ഗോകുലിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. ഈ കാര്യം അർച്ചനയോട് ആര് പറഞ്ഞു? ഗോകുല് തന്നെ പറഞ്ഞത്. സംസാരത്തിൽ ഗോകുലിനുള്ളിലെ ടെൻഷനും പ്രയാസവും എല്ലാം എനിക്ക് മനസ്സിലായി. ഒരു കാരണവശാലും സച്ചി കേസുമായി മുന്നോട്ട് പോരുത്. ആ കേസ് പിൻവലിക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്ത് ചെയ്യാ രാജീവ്? എനിക്ക് സച്ചേട്ടനോട് നേരിട്ട് പോയി പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രല്ല രാജീവ്, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം എങ്ങനെ നീ സച്ചേട്ടനോട് പറയാ? ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ള വിശ്വാസത്തില്ല സച്ചേട്ടൻ. കഴിഞ്ഞ ദിവസം മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയതും തിരിച്ചിവിടെ കൊണ്ടുവന്നതുമെല്ലാം ആ വിശ്വാസത്തിൽ തന്നെയാ. ആ പ്രതീക്ഷയിലിരിക്കുന്ന സച്ചേട്ടനോട് ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെ പറയാ? എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഇനി ഒരു മാർഗമുള്ളൂ. അർച്ചന, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഇതിൽ നിന്നല്ല ഒളിച്ചോടിച്ചോ ഒരു കാര്യമില്ല. ഈ പ്രതിസന്ധി നേരിടാതെ ജീവിതം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഞാൻ ഉറപ്പുവരുന്നു. പക്ഷെ ഈ കേസിന്റെ കാര്യത്തിൽ അർച്ചന ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ ഗോകുൽ ഡിപ്രഷനുള്ള മരുന്നെല്ലാം എടുത്തു കഴിച്ച കാര്യം അറിയാലോ. ഒരുപക്ഷെ സച്ചി കൊടുത്ത കേസിന്റെ കാര്യം അറിഞ്ഞുകൊണ്ടാവും അളിയ അന്ന് അങ്ങനെ ചെയ്തത്. കോടതി കയറി അവമാനിക്കപ്പെടേണ്ടി വന്ന അളിയ ഒരു തവണ കൂടെ അങ്ങനെ ചെയ്തുകൂടുന്നില്ല. ഇതിപ്പം അർച്ചന കണ്ടോണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു. ഇനി ചിലപ്പോ അതിന് കഴിഞ്ഞെന്ന് വരില്ല.